നമ്മൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെൻറ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള നടപടികളുണ്ടാകും. മലയോര കർഷകരുടെ വിഷമങ്ങൾ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആധുനികവും പഴയ നിലനിൽക്കുന്നതുമായ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാകും. പൊതുജനാരോഗ്യം, അതുപോലെ ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉപാധിരഹിത പട്ടയങ്ങൾ എവിടെയെല്ലാം കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കും. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റാൻ ഉൾപ്പെടെ ഉള്ള ഭൂനിയമങ്ങൾ, കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അതിലാവശ്യമായ ഭേദഗതികൾ വരുത്തും. ദളിത് പ്രശ്നങ്ങൾ, SC/ST പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുള്ളത് നീക്കും. അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ, അവരുടെ ഭൂമി അവർക്ക് നൽകുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. നമുക്ക് അപ്പോയിൻമെൻറ്റുകൾ നടക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ കൃത്യമായി പരിശോധിച്ച് ഈ SC/ST പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ അത് നികത്താനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, സീനിയർ സിറ്റിസൺസിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരാണിത്. അത് വളരെ മികച്ച രീതിയിൽ അത് ആവിഷ്കരിക്കും. ടൂറിസം രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ്ങായി, ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇതനുസരിച്ചുള്ള ബജറ്റ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, അനൗചിത്യമാണ് അത് പറയാൻ. ഇതാണ് പദ്ധതി. തീർച്ചയായിട്ടും അല്ല, നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം. കാരണം അദ്ദേഹത്തിൻ്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെൻറ്റിൻ്റെ നയമാണ് നടപ്പാക്കുന്നത്. വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം, വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാവും. ഗവൺമെൻറ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് യോഗം കൂടി പല അജണ്ടകളും മാറ്റിവെച്ചു. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നയപരമായ തീരുമാനം അക്കാര്യത്തിൽ എടുത്തതിന് ശേഷം ഇപ്പോഴത്തെ കിഫ്ബിയുടെ അവസ്ഥയും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിൽ കിഫ്ബിയെക്കുറിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവും.